യേശു കർത്താവ് ശീമോൻ പത്രോസിന്റെ വഞ്ചിയിൽ കയറി. ആ വഞ്ചിയിലിരുന്ന് അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞു. ആഴത്തിലേക്ക് നീക്കുക എന്ന് പറഞ്ഞാൽ കരയിൽ നിന്ന് ഒത്തിരി പോയി വലിയ മീൻകൂട്ടം കിട്ടി. അപ്പോ ശീമോനും കൂടെയുള്ളവർ എന്ത് ചെയ്തു? കരയിൽ നിന്നിരുന്ന കൂടെ ഉണ്ടായിരുന്ന വഞ്ചിക്കാരെ കൈകൊണ്ട് മാടി വിളിച്ചു. എന്താ കൈകൊണ്ട് മാടി വിളിച്ചത്? ഒച്ചയിട്ടാ കേൾക്കുന്നതിനപ്പുറത്തായിരുന്നു അവര്. വിശ്വാസത്തിലേക്ക് വന്നു, ആത്മീയത്തെ മുന്നേറി, ബന്ധങ്ങൾ പലതും പോയി. വിളിച്ചാലോ വിളിക്കാൻ പറ്റാതെ വണ്ണോ ബന്ധങ്ങൾ അകന്നുപോയി. പക്ഷേ പടകിലാരുണ്ടായിരുന്നു? നസ്രായനുണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു കാണും. പക്ഷേ പെരുത്ത മീൻകൂട്ടം കിട്ടിയപ്പോ ആത്മമണ്ഡലത്തിൽ നിന്റെ ചേട്ടനെ നിനക്ക് മാടി വിളിക്കാം, സഹോദരനെ മാടി വിളിക്കാം, അപ്പൻ അമ്മ അകന്നുപോയി മാടി വിളിക്കാം. കാരണം നിന്റെ വഞ്ചിയിൽ നസ്രായനുണ്ട്. അവർ വന്ന് 2 പടകും മുങ്ങുമാറാകുവോളം നിറച്ചു. പത്രോസ് ഇത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, പാപിയായ ഞാൻ, എന്നെ വിട്ടു പോകണമേ. യേശു പറഞ്ഞു, ഈ പാപിയാണെന്ന് അറിഞ്ഞുകൊണ്ടാ ഞാൻ വഞ്ചിയെ കയറിയത്, നിന്നെ വിട്ടു പോകാൻ വേണ്ടി വന്നതുമല്ല. ഇതുപോലെ കാലിയായവരെ നിറയ്ക്കാനുള്ള വിളിയാണ് നിനക്ക്. നീ മനുഷ്യരെ പിടിക്കുന്നവനാകും.